എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ടൈലറിങ് ക്ലാസ്സിൻ്റെ 5ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആവശ്യമി കട്ട് ചെയ്യുന്നതായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിലത്തെ നമ്മൾ ഏറ്റവും എളുപ്പമുള്ളതാണ് കേട്ടോ, ഒരു ഷിമ്മീസ് എങ്ങനെ അടിച്ചെടുക്കാം. അത് നമുക്ക് ഫുൾ ഷിമ്മി അല്ല, ഹാഫ് ഷിമ്മി തന്നെ ആയിക്കോട്ടെ, പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ഷിമ്മിയുടെ കഴുത്തും കൈക്കുഴി അടിക്കാൻ നമ്മൾ ക്രോസ് പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രോസ് പീസുകൾ എതിർവശങ്ങൾ തിരിച്ച് വെച്ചിട്ട് നമ്മളത് ജോയിൻ ചെയ്യാൻ കേട്ടോ. അത് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പീസുകൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തുമ്പ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. എല്ലാം അതിൻ്റെ തുമ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഷിമ്മീസിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഫ്രണ്ട് ഭാഗത്തിൻ്റെയും ബാക്ക് ഭാഗത്തിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വയ്ക്കുക. ഉള്ളിൽ ഫോൾഡ് ചെയ്ത തരത്തിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ 4 ഇഞ്ചിൽ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണം കേട്ടോ. 2 സൈഡും 4 ഇഞ്ചിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 2 സൈഡ് അടിക്കുമ്പോഴും ഡബിൾ ലോക്ക് ഇടണം. എന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡറൊക്കെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ അത് ഏതൊരു ഡ്രസ്സിൻ്റെ ആയാലും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഞാനിടുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ട് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഞാനിതിന് മുന്നേ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെന്ന് വെച്ചാൽ വീഡിയോയിൽ കട്ടിങ് വീഡിയോ ഉണ്ട്, അതൊന്ന് പോയി കാണുക. അത് ഈ വീഡിയോയുടെ മേലെ അവസാനമായിട്ട് അതിൻ്റെ ലിങ്ക് വരും. അപ്പോൾ അത് ഓപ്പൺ ചെയ്താലും മതി. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, 2 ഷോൾഡറുകളും ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷിമ്മീസിൻ്റെ നല്ല വശം തിരിച്ചിട്ടു. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരുന്ന ക്രോസ് പീസിൻ്റെ ഇതെടുക്കുക. എന്നിട്ട് ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ കഴുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ക്രോസ് പീസിൻ്റെ ഒരു എതിർവശം പോലെ തിരിഞ്ഞ് നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഷിമ്മീസിൻ്റെ നല്ല വശവും അതുപോലെ ക്രോസ് പീസിൻ്റെ നല്ല വശവും തമ്മിൽ ഒന്നിച്ച് വയ്ക്കണം. നേരത്തെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തതുപോലെ തന്നെ ഷിമ്മിയുടെ നല്ല വശം അതുപോലെ ക്രോസ് പീസിൻ്റെ നല്ല വശം എടുക്കുക. രണ്ടും കൂടി വയ്ക്കുക. അത് നമ്മൾ ആദ്യം അടിച്ച് തുടങ്ങുന്നത് ഷോൾഡർ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഒരു 4 ഇഞ്ച് ക്രോസ് പീസ് മേലേക്ക് വിട്ടിട്ട് 4 ഇഞ്ചിൽ കൂടെ റൗണ്ടിൽ നമ്മൾ അടിച്ചെടുക്കുകയാണ്. അത് കറക്റ്റായിട്ട് അടിക്കണം, പതുക്കെ അടിക്കണം, വലിക്കാൻ പാടില്ല. വലിച്ചടിച്ച് കഴിഞ്ഞാൽ കഴുത്തായതുകൊണ്ട് കറക്റ്റായിട്ട് വൃത്തിയായി കിട്ടില്ല. എന്താ വെച്ചാൽ റൗണ്ടിൽ കിടക്കണതല്ലേ, അതുകൊണ്ട് അതിന് നമ്മൾ ക്രോസ് പീസ് തന്നെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പതുക്കെ അടിച്ചെടുക്കുക. അതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത് വന്ന് ലാസ്റ്റ് ക്രോസ് പീസിൻ്റെ അറ്റത്തെത്തുന്ന സമയത്ത് അടുത്ത ഷോൾഡറിൻ്റെ അവിടെ എത്തുമ്പോൾ അതേപോലെ തന്നെ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാൻ. എന്നിട്ട് 2 ഭാഗത്തും വരുന്ന 4 ഇഞ്ച് തുണികൾ തമ്മിൽ ഒന്നിച്ച് പിടിച്ചിട്ട്, ഒന്നില്ലെങ്കിൽ ബാക്ക് വശം വരുന്നതോ അല്ലെങ്കിൽ ഫ്രണ്ട് വശം വരുന്ന സ്ഥലത്തേക്കോ മടക്കിയിട്ടിട്ട് അതങ്ങോട്ട് ജോയിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തില്ലേ, ആ വശത്തു കൂടെ ഒരു കട്ടിങ് കൊടുക്കണം. ഇപ്പോൾ ഇതങ്ങ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ പതുക്കെ എടുക്കുക, ലോക്ക് ചെയ്തിട്ട് പതുക്കെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, സ്റ്റിച്ചിൽ തട്ടാതെ എല്ലാം നമ്മൾ പഠിച്ച തുമ്പില്ലേ അത് കൂടെ ഓരോ കട്ടിങ് കൊടുക്കുക. അതെന്താ വെച്ചാൽ പെട്ടെന്ന് തുണി കഴുത്തിൻ്റെ സൈഡ് മറിഞ്ഞ് കിട്ടാനും വൃത്തിയായി കടക്കാനും വേണ്ടിയിട്ടാണ്, വൃത്തിക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ കൈക്കുഴി അടിക്കുമ്പോഴും അതുപോലെ ചെയ്യണം. അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് എല്ലാ സൈഡിലും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിൽ തട്ടാതെ കട്ട് ചെയ്യണം, ശ്രദ്ധിക്കുക. സ്റ്റിച്ചിൽ തട്ടിയാൽ പിന്നെ സ്റ്റിച്ച് മുറിയും, അപ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ പതുക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളത് മേലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 3-4 അടിച്ചു കഴിഞ്ഞല്ലോ, അത് നമ്മൾ മേലെ കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഏത് ഡ്രസ്സാണ് അടുത്തത് അടിക്കേണ്ടത് എന്നുള്ളത്. അടുത്ത് ഞാൻ ഏത് ഡ്രസ്സാണോ അടിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് അടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി ഏത് ഡ്രസ്സാണ് വേണ്ടതെന്നുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ അടിച്ച വശത്തേക്ക് ആദ്യം ക്രോസ് പീസ് ഫോൾഡ് ചെയ്യണു, ഉൾഭാഗത്തേക്ക് പിന്നെ ഒന്ന് ഫോൾഡ് ചെയ്യണം. കണ്ടില്ലേ, ഇതുപോലെ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക, പിന്നെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഉൾഭാഗം കറക്റ്റായിട്ട് വരും. അത് ഞാൻ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ച പോലെ ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതേ പ്രോസസ്സിങ് തന്നെയാണ് നമ്മൾ കൈക്കുഴിയിലും ചെയ്യുന്നത്. ക്രോസ് പീസ് എടുക്കുകയാണ്, ആ ക്രോസ് പീസ് തുമ്പിൽ വെച്ചിട്ട് പതുക്കെ അടിക്കുക. കണ്ടില്ലേ, ക്രോസ് പീസ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ 4 ഇഞ്ചിൽ അടിച്ചെടുക്കുക. 4 ഇഞ്ചിനേക്കാളും കൂടാൻ പാടില്ല കേട്ടോ. അത് നമ്മൾ അടിച്ച് തുടങ്ങുമ്പോൾ 4 ഇഞ്ചിൻ്റെ കണക്ക് ഞാൻ ഫസ്റ്റിലത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 ഇഞ്ച് കൂടെ നമ്മൾ അത് അടിച്ചെടുക്കുക. ഇത് 4 ഇഞ്ചിൽ അടിച്ചതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അത് 2 സൈഡും അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ,
ഇതുപോലെ തന്നെ ഉൾഭാഗത്തേക്ക് മടക്കിയിടുക. നല്ല വശം ഉൾഭാഗത്തേക്ക് മടക്കിയിട്ടിട്ട് കഴിഞ്ഞ ശേഷം രണ്ട് സൈഡും കൈക്കുഴിയുടെ രണ്ട് ഭാഗം ഒന്നിച്ച് പിടിക്കുക. അതുപോലെ തന്നെ അടിഭാഗം നമ്മൾ ഒന്നിച്ച് പിടിക്കുക. നമ്മൾ കറക്റ്റായിട്ടാണ് അടിച്ചെന്ന് വെച്ചാൽ തുമ്പുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ടാവില്ല, കറക്റ്റായിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷിമ്മീസുകളാകുമ്പോൾ എപ്പോഴും ലൂസിലാണല്ലോ കിടക്കുക. അപ്പോൾ നമ്മൾ 1 ഇഞ്ചിലാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. സൈഡ് ഭാഗം നമ്മൾ അതേപോലെ 1 ഇഞ്ചിൽ താഴെ വരെ നമ്മൾ മാർക്ക് ചെയ്യും. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് എന്താ അറിയോ, ഒരു 3 ഇഞ്ച് മേലേക്ക് ഓപ്പൺ വെക്കണമെങ്കിൽ ഷിമ്മീസിന് വെക്കാം. അതെന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാതും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുമ്പോൾ ഓപ്പൺ എങ്ങനെയാണ് അടിക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ 2 സൈഡും ഇതുപോലെ 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നറിയോ, അടിഭാഗം നമ്മൾ 4 ഇഞ്ച് വെച്ചിട്ട് ഫോൾഡ് ചെയ്യാണ്, ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് അടിക്കുക. അപ്പോൾ ഞാൻ 2 സൈഡും എങ്ങനെ അടിക്കുകയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ലോക്ക് ചെയ്തിട്ട് ഈ സൈഡ് ഞാനത് ജോയിൻ ചെയ്ത് കൊണ്ടുവരികയാണ്. കൈക്കൂടെ അടുത്തുമ്പോൾ കറക്റ്റായി ശ്രദ്ധിക്കുക, ഒരേപോലെ വയ്ക്കുക. അതുപോലെ 2 സൈഡ് ഞാൻ ജോയിൻ ചെയ്തു, കറക്റ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അടിഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വെച്ചാൽ ഫസ്റ്റ് നമ്മൾ കട്ടിങ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷിമ്മീസിൻ്റെ ലെങ്ത്ത് 18 കണ്ടോ. അടിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കറക്റ്റായിട്ട് 18 വന്നു. നമ്മൾ 18+2 എടുത്തത്. അപ്പോൾ ആ 2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാനും താഴ്ഭാഗം ജോയിൻ ചെയ്തപ്പോൾ അത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ചെസ്റ്റ് അളവ് വെച്ചിട്ടുണ്ടായിരുന്നു. 7 ഇഞ്ചിലാണ് ചെസ്റ്റ് അളവ് വെച്ചത്. അപ്പോൾ അതിൽ നമ്മൾ തയ്യൽ തുമ്പ് കുറച്ചിട്ടല്ല ജോയിൻ ചെയ്തത്, അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ കുറച്ച് 7.5 ഇഞ്ച് വന്നത്. അതുപോലെ തന്നെ 2 ഇഞ്ച് നമ്മൾ നോക്കുമ്പോൾ കാണുന്നുണ്ട്. എപ്പോഴും ഷിമ്മീസുകൾ ലൂസിലിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് കറക്റ്റായിട്ട് അളവ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത് നോക്കുന്ന അളവ് എന്താണെന്ന് വെച്ചാൽ കൈക്കുഴി 5.5 കാണിച്ചിരുന്നത്. അപ്പോൾ 5.5. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നെക്ക് 4 ബാക്ക് നെക്ക് 3 അതേ അളവിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഷിമ്മീസിൻ്റെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ എന്താണ് വേണ്ടത് വെച്ചാൽ അത് പറയുക. അടുത്ത വീഡിയോയിൽ ബൈ.